പുതുവത്സര ദിനം കഴിഞ്ഞെങ്കിലും നമുക്ക് ചുറ്റുമുള്ളവരുടെ ആഘോഷങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല. 2024 വരവേറ്റ് ആലപ്പുഴ ജില്ലയിലെ ഒരു കൂട്ടം സർക്കാർ ഉദ്യോഗസ്ഥരും പുതുവർഷാഘോഷം സംഘടിപ്പിച്ചു. പ്രത്യേകതകളേറെയുള്ള അവരുടെ പുതുവർഷാഘോഷത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം. സർക്കാർ ഉദ്യോഗസ്ഥർ ആയതുകൊണ്ടാകാം സർക്കാർ ബസ്സിൽ തന്നെയാണ് ആഘോഷം. ഓടുന്ന ബസ്സിനൊപ്പം യാത്ര ചെയ്തുകൊണ്ടുള്ള വേറിട്ട പുതുവത്സര ആഘോഷം. ഈരാറ്റുപേട്ടയിൽ നിന്നും ആലപ്പുഴയിലേക്ക് സർവീസ് നടത്തുന്ന KSRTC ബസ്സിൽ ആവശ്യമെങ്കിൽ വിവിധ ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം തന്നെ വിളിച്ചുകൂട്ടാം. എന്നാൽ ഇവർ അത്തരത്തിലൊരു യോഗം ചേർന്ന് തീരുമാനമെടുത്തത് തങ്ങളുടെ ബസ്സിലെ പുതുവത്സര ദിനയാത്ര കെങ്കേമമാക്കാനായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ വാഹനത്തിലെ യാത്രക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയാണ് ആദ്യം ഉണ്ടാകുന്നത്. അതിനുശേഷം ഇതേപോലെ ഇത്തരത്തിലുള്ള ഓണാഘോഷം, ക്രിസ്മസ് ആഘോഷം, അങ്ങനെ കഴിഞ്ഞ കൊറോണയ്ക്ക് ശേഷമാണ് ഇങ്ങനെയുള്ള കൂട്ടായ്മകളിൽ കൂടുതൽ ആഘോഷങ്ങളുണ്ടായത്. പാട്ടുപാടിയും സൗഹൃദം പങ്കിട്ടും ആശംസകൾ അറിയിച്ചും പുതുവത്സര സന്തോഷം നുകർന്ന യാത്രക്കാർ തങ്ങളുടെ സ്വന്തം ബസ്സിനെയും സ്ഥിരം സാരഥികളെയും മറന്നില്ല. അവർ നൽകിയ സമ്മാനങ്ങളും മധുരവുമെല്ലാം ബസ് ജീവനക്കാരുടെയും 2024 ആദ്യ ദിവസത്തെ സന്തോഷമുള്ളതാക്കി മാറ്റി. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഇവർ ഓർഗനൈസ് ചെയ്ത് സ്പെഷ്യലായിട്ട് ഇതെല്ലാം അറേഞ്ച് ചെയ്തതിൽ അവർക്ക് സ്പെഷ്യൽ താങ്ക്സ് കൂടെ പറയുന്നു ഞാൻ ഈ അവസരത്തിൽ. രാവിലെ 6:50 ഈരാറ്റുപേട്ടയിൽ നിന്നും സർവീസ് ആരംഭിക്കുന്ന ബസ് പാല, കോട്ടയം, നീണ്ടൂർ, തണ്ണീർമുക്കം, മുഹമ്മ വഴിയാണ് 10 മണിയോടെ ആലപ്പുഴയിലെത്തുന്നത്. കോട്ടയത്തെയും ആലപ്പുഴയിലെയും വിവിധ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെയാണ് ബസ്സിലെ ഭൂരിഭാഗം യാത്രക്കാരും. ഇടക്കാലത്ത് സർവീസ് നിർത്തിയിരുന്നെങ്കിലും യാത്രക്കാർ നൽകിയ നിവേദനം പരിഗണിച്ചാണ് KSRTC ഈ റൂട്ടിലെ സർവീസ് വീണ്ടും ആരംഭിച്ചത്. ബസ്സിലെ യാത്രക്കാരൻ കൂടിയായ റിപ്പോർട്ടർ ലെവിൻ കെ വിജയൻ, ഇൻ റിപ്പോർട്ടർ, ആലപ്പുഴ.